സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. Forget safety. Live where you fear to live. Destroy your reputation. Be notorious. കാർ ക്ലിനിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശേഷം പറയാൻ വന്നിരിക്കുന്നത് 2007 മാരുതി 800 ഈ വണ്ടിയുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 2007 മാരുതി 800ക്ക് ഇപ്പോൾ എത്ര വില ഉണ്ടാവും? ഏകദേശം 65 തൊട്ട് 70 വരെ പ്രൈസ്. ഇല്ലെങ്കിൽ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണെങ്കിൽ 80 രൂപ അല്ലേ. എന്നാൽ ഈ വണ്ടി ഏകദേശം ഒന്നിനു മുകളിൽ ഏകദേശം 160 170 വർക്ക് ഫുൾ ഫിനിഷായ വണ്ടിയാണ്. 2007 വണ്ടിയാണ്. റിന്യൂവൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. കളർ ചേഞ്ചിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ വിശേഷമാണ് പറയുന്നത്. ഇതെന്തൊക്കെയാണ് വർക്ക് ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടെല്ലാ ആൾക്കാർ ഒരു പഴയ വണ്ടികൾ പണിയല് നഷ്ടമാണ്, ഗവൺമെൻറ് നിരോധിക്കാൻ പോകുക എന്നുള്ളത്. എന്നാൽ ഈ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആഗ്രഹവും അവരുടെ വണ്ടി, അവരുടെ ആദ്യത്തെ വണ്ടി പൊന്നുപോലെ ഉള്ളവരെന്ന് പറഞ്ഞാൽ വണ്ടിയെ സ്നേഹിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. അവർക്കെല്ലാം പൊന്നുപോലെ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അങ്ങനെ ആഗ്രഹമുള്ള ഒരു കസ്റ്റമർ വണ്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ കുറേ ആഗ്രഹമുള്ള കസ്റ്റമർ നമ്മുടെ ഈ ചെറിയ ഷോപ്പിൽ വരെ ഏകദേശം 8-10 വണ്ടികൾ ഇതുപോലെ ഒമിനി 800 മാത്രമായിട്ട് തന്നെയുണ്ട്. അന്നേരം നമുക്ക് എത്രത്തോളം ആൾക്കാർ ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരെന്ന് നമുക്ക് നോക്കി ആലോചിച്ചാൽ തന്നെ ഇത് വന്നപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ തീരെ മോശമായിരുന്നു. കാര്യം ഇവർ പരമ്പരാഗതമായിട്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് പേര് ഡ്രൈവിംഗ് പഠിച്ച വണ്ടിയായിരുന്നു. അത് എന്നിട്ട് മാത്രമാണ് പണി ചെയ്യാൻ, അതായത് റിന്യൂവൽ കാര്യങ്ങളൊക്കെയായി അത്യാവശ്യം ഓടിക്കാൻ എല്ലാവരും പഠിച്ചു ഈ വണ്ടിയിൽ. ഇത് രജിസ്ട്രേഷൻ വണ്ടിയാണ്, അതാണ് നമ്പർ മാറ്റം വന്നിരിക്കുന്നത്. 2007 വണ്ടിയായാലും മാറ്റം വന്നിരിക്കുന്നത്. എന്നാലും ഇത്രയും അത് അങ്ങ് കൊടുത്ത് ഒഴിവാക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുക. കാര്യം എന്നാൽ അവരും A to Z, കാര്യം ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇനോവ അങ്ങനെ കുറേ വണ്ടികൾ ഉള്ളവരാണ്. എന്നാൽ ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് ഇത് മാത്രമാണ് പുള്ളി പണിയെടുത്തത്. പിന്നെ വണ്ടിയോടുള്ള അടങ്ങാത്ത സ്നേഹം.
ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇതിൻ്റെ അവസാനം നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ പറ്റിയും 800ൻ്റെ വിശേഷവും എല്ലാം നമുക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് ബിബിൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള വണ്ടിയാണ്, പുറത്തുനിന്ന് വന്ന വണ്ടിയല്ല, യൂട്യൂബ് വഴിയൊന്നും വന്ന വണ്ടിയല്ല, നമ്മുടെ നാട്ടിലെ വണ്ടി തന്നെയാണ്. യൂട്യൂബ് വഴിയാണ് പിന്നെ കൂടുതൽ വണ്ടികൾ പെയിൻറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ വൈൽഡ് ലൈഫിൻ്റെ പുതിയൊരു ഇതിനു വേണ്ടി ഒരു ഒമ്മിനി കൊണ്ടുവച്ചിട്ടുണ്ട്. ആ പുള്ളിയൊക്കെ കണ്ടതിനെ തെറി പിടിക്കും. ഞാനിപ്പോൾ പണി സ്റ്റാർട്ടാക്കുന്നേ ഉള്ളൂ. എന്നാലും അങ്ങനെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. കാര്യം പെയിൻറ്റിങ്ങിന് കാര്യങ്ങൾക്ക് ഒരുപാട് വണ്ടിയെ സ്നേഹിക്കുന്നവരെല്ലാം സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനോവയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇനോവ ടൈപ്പ് 4ലോട്ടൊക്കെ ഫുൾ പെയിൻറ്റ് ചെയ്യുക, എത്തിയോസ് അങ്ങനത്തെ വണ്ടികളാണ് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം തീർത്തും വിപരീതമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ 800, 800 അങ്ങനത്തെ വണ്ടികളാണ്. അത് ലക്ഷങ്ങൾ പൈസ മുടക്കാൻ ആർക്കും ഒരു വിഷമവും ഇല്ല. കാര്യം വണ്ടി അതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ബാക്കി ആൾട്ടോ പോലുള്ള വണ്ടികളും വരാം, പക്ഷേ അങ്ങനത്തെ വേറെ ശ്രേണിപ്പെട്ട വണ്ടികളൊക്കെ ടച്ചപ്പൊക്കെ ചെയ്ത് ഒക്കെ കൊണ്ടു നടക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ വണ്ടികളാണ് കൂടുതൽ കെയർ ചെയ്യുന്ന ആൾക്കാർ. 800 എന്ന് പറഞ്ഞാൽ ഒരു വികാരമെന്ന് പറഞ്ഞാൽ മാത്രമല്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. എല്ലാവരും തന്നെ ആദ്യത്തെ വണ്ടിയാണ് 800. 800 ഉപയോഗിച്ചവരാരും അതിനെ ഒരു കുറ്റവും പറയുകയില്ല. കാര്യം അത്ര പെർഫെക്റ്റ് ഉള്ള വണ്ടിയാണ്, വഴിക്ക് കിടത്താത്ത വണ്ടിയാണ്. നമ്മളിപ്പം ഒരുപാട് പഴയ വണ്ടികളൊക്കെ നമ്മൾ കെയർ ചെയ്യാതെ ഓടിക്കുന്നുണ്ട്. മാരുതി 800 കാർബറേറ്റർ വണ്ടിയൊക്കെ പോയിൻ്റ് കണ്ടൻസർ അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വണ്ടിയാണ്. ഇപ്പോൾ MBFA ആകുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും നമുക്ക് അതിൻ്റെ വിശേഷം പറയാം. ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ എടുത്തത് എന്തൊക്കെയാണെന്ന് പറയാം. ഇതിന് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കളർ ചേഞ്ച് നമ്മൾ ചെയ്തു. കളർ ചേഞ്ചിൻ്റെ മീൻസ് എല്ലാ കാര്യങ്ങളും അയച്ച ശേഷമാണ് കളർ ചേഞ്ച് ചെയ്തത്. അതിൻ്റെ ജസ്റ്റ് വീഡിയോസ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. വീഡിയോ എങ്ങനെയാണ് ചെയ്തത്. കാര്യം പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ അതിൻ്റെ ഓരോ വശങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട് വർക്കിനും. കാര്യം
ഇത് സ്വിഫ്റ്റ് പുതിയ മോഡലിൻ്റെ റെഡാണ് അടിച്ചിരിക്കുന്നത്. എല്ലാവരും ഇപ്പം മാരുതി 800 എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാകും പോളോ റെഡ് ആണ് നല്ലത്. പക്ഷെ പോളോ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾഡ് ആണ് വരുന്നത്. അത്യാവശ്യം പോളോ റെഡ് ഇതിനു മുമ്പേ നമ്മുടെ തന്നെ ഒരു വണ്ടിയിൽ അടിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മളത് പിന്നെ ബ്ലൂ ആക്കി. അതാണ് ആ പുറകിൽ കിടക്കുന്ന വണ്ടി. കാര്യം അതിനൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഡള്ളാകും. കാര്യം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ പുതിയ മോഡൽ വണ്ടിയുടെ റെഡാണ്. അത് മാത്രമല്ല അത് സോൾഡാണ് വരുന്നത്. അത് ക്ലിയർ കോട്ട് കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ലിയർ കോട്ടും കൂടി ചെയ്യുമ്പോഴത്തെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു പ്രത്യേക ഗ്ലേസിങ് കൂടും. അതുപോലെ പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലേസിങ് കൂടും. അത് നമുക്കിപ്പോൾ മങ്ങിയാലും ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് മങ്ങിയാലും പോളിഷ് ചെയ്യാൻ പറ്റും. അന്നേരം ഇങ്ങനെ പെയിൻറ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലിയർ കോട്ടുള്ള പെയിൻറ് ചെയ്യുന്നത്. നമ്മളിപ്പം കുറച്ച് വിപരീതമായിട്ട്, അതായത് നമ്മളിപ്പം നേരത്തെ ലേഡി വാൻ ലൈഫിന് ഒരു വണ്ടി ഇറക്കി, ഫീമെയിൽ ജെറ്റ് എന്ന് പറഞ്ഞ വണ്ടി. ആ വണ്ടിയിലൊക്കെ ഈ രീതിയിലാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. കാര്യം അത്യാവശ്യം കാണുമ്പോഴും നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലുള്ള പെയിൻറ്റിംഗ് ആണ് ആ രീതിയിൽ ചെയ്യുമ്പം വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഈട് നിൽക്കുന്നതും പെയിൻറ്റിങ് ആയതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ വണ്ടികളും നമ്മൾ ആ മെത്തേഡിലാണ് ഇപ്പോൾ പെയിൻറ് ചെയ്യുന്നത്. അന്നേരം ഏകദേശം 1,76,000 ഏകദേശം ആ റേഞ്ചിൽ ഏകദേശം ഈ വണ്ടിക്ക് മുടക്ക് വന്നിട്ടുണ്ട്. അന്നേരം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോയ് വീല് ടയർ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം ഒരു വണ്ടി പെയിൻറ് കാര്യങ്ങളൊക്കെ ചെയ്താലും അതിലെ വീലിലും കാര്യങ്ങളൊക്കെ ഒരു ക്ലിയർ വന്നാലേ ഒരു പെർഫെക്റ്റ് വരുള്ളൂ. അത് മാത്രമല്ല 2007 വണ്ടി ഇത്ര വർഷം ഓടുമ്പോൾ വീൽ ഡിസ്കൊക്കെ ഡാമേജ് ആവും. പിന്നെ ടയർ അടക്കമാണ് ഈ പൈസ പറഞ്ഞിരിക്കുന്നത്. അലോയ് വീല് ടയർ, അതുപോലെ തന്നെ മെക്കാനിക്കൽ പണിക്ക് മാത്രം, മെക്കാനിക്കൽ പാർട്സിന് മാത്രമായിട്ട് ഏകദേശം 60 രൂപ വന്നിട്ടുണ്ട്. 60 രൂപ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഈ വണ്ടിയുടെ മെക്കാനിക്കൽ പരമായിട്ട് 4 ഷോക്ക് ആബ്സർ, അതുപോലെ തന്നെ 2 ആക്സിൽ, സ്റ്റീറിംഗ് ബോക്സ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ റേഡിയേറ്റർ, AC കണ്ടൻസർ, പുറകു സൈഡ് ആണെങ്കിൽ തന്നെ റിയർ ട്രെയിലിംഗ് ആം, അതുപോലെ സൈലൻസർ 2 പീസായിട്ടാണ് വരുന്നത്. ഒരു പീസ് ഇതിനു മുമ്പേ അവർ മാറ്റിയിട്ടില്ല. നമ്മളങ്ങനെ ഒരു സൈലൻസർ, അതുപോലെ A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പം ബോഡി പാർട്സ് ആയിക്കോട്ടെ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ബ്രേക്ക് ലൈറ്റ്, ബമ്പർ, റിയർ ബമ്പർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഡോർ പേഡിൻ്റെ ക്ലിപ്പ്, വൈൻഡർ, ഡോർ ലോക്ക്, ലാച്ച്, എല്ലാ ബീഡിങ് കാര്യങ്ങളെല്ലാം കൂടി മാറ്റിയിട്ടാണ് ആ പ്രൈസ് വരുന്നത്. നമ്മൾ ഫുൾ പെയിൻറ് ചെയ്യുമ്പോൾ ഏകദേശം ഡോർ റബ്ബർ, കാര്യം നോർമലായിട്ട് ഡോർ റബ്ബർ, ഔട്ടർ ബർഷിപ്പ്, ഇന്നർ ബർഷിപ്പ്, ഗ്ലാസ് റണ്ണർ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ആക്കിയാൽ മാത്രമേ ആ വണ്ടി വൃത്തിയാവുള്ളൂ. പിന്നെ അത് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെച്ചാലും അത് അത്രത്തോളം വൃത്തിയാവണമെന്നില്ല. പക്ഷേ ചെറിയ പൈസ സാധനങ്ങൾക്ക് ഉള്ളെങ്കിലും അവസാനം കൂട്ടി വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അത്യാവശ്യം ഉള്ളിലെ സാധനങ്ങൾ മാറ്റുമ്പോഴാണ് ഡോർ പാഡിന് തന്നെ ഏകദേശം 1000 രൂപ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഏകദേശം ഡോർ ലാച്ച് അടക്കം സർവ്വ സാധനങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഇത്ര പൈസ വന്നിരിക്കുന്നത്. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ എല്ലാം കൂടി അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ക്ലിയർ കോട്ട്, ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ കോട്ടും കൂടി ഉള്ളതുകൊണ്ട് ക്ലിയർ കാര്യങ്ങൾക്കൊക്കെ പൈസ കുറച്ചും കൂടി കൂടുകയുള്ളൂ. അതുപോലെ വർക്കേഴ്സ് ലേബറും കുറച്ച് കൂടും. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് ബോഡി ഷേപ്പ് ഇത്രയും അത്യാവശ്യം മോശമായതുകൊണ്ട് ചളക്കം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം 18 പണിയോളം ഏകദേശം എടുക്കേണ്ട വന്നിട്ടുണ്ട്. ഏകദേശം ആ ലെവലിൽ വർക്ക് പൂർണ്ണമായിട്ട് എടുക്കേണ്ടി വന്നു. റബ്ബിങ് പോളിഷ് തന്നെ ചെയ്യാൻ വേണ്ടി ഏകദേശം 2 ദിവസത്തോളം നമുക്ക് വന്നിട്ടുണ്ട്. അത്ര കെയർ ആയിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. അന്നേരം പ്രത്യേകിച്ച് കസ്റ്റമർ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കസ്റ്റമർക്ക് ഏത് രൂപത്തിലാണ് വണ്ടി വേണ്ടത് അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് വണ്ടികൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാം. നമുക്ക് കളറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ റെഡ് തന്നെയാണ് ഇപ്പോൾ അടുത്ത ഒരു കസ്റ്റമറും പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഞാൻ ആ റെഡ് മാറ്റിയിട്ട് ഇപ്പം വേറൊരു കളറാക്കിയിട്ടുള്ളത്. കാര്യം ഒരേ കളർ തന്നെ റെഡിനോടാണ് കൂടുതൽ ആഗ്രഹം എണ്ണൂറ്. പക്ഷെ നമുക്ക് ഇങ്ങനെ നമ്മളെ കണ്ടില്ല ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ പല വെറൈറ്റി കളർ അടിച്ചുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളർ അടിക്കാനാണ് ആഗ്രഹം. ഇപ്പം വന്ന ഒമിനി ആയിക്കോട്ടെ എല്ലാം ഓരോരോ ടൈപ്പ് കളറാണ് നമ്മൾ അടിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ കസ്റ്റമർ തന്നെ ചോദിക്കുകയുണ്ടായി ഇതെല്ലാം ബലൂൺ കളയാണോ എന്ന് വരെ ചോദിക്കുകയുണ്ടായി. അതുപോലെ വെറൈറ്റി കളറുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ചിലത് നല്ല വൃത്തിയായിട്ട് തന്നെ വരും കളറ്. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു റെഡ് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കൂടുതൽ വരില്ല. പക്ഷേ ഒരു വണ്ടി വേറൊരു കളർ സെലക്ട് ചെയ്തിട്ട് അത് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അന്നേരം വണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയൊക്കെ വർക്ക് ചെയ്യുന്നത്.
നമുക്ക് അന്നേരം അടുത്ത ആഴ്ച വേറൊരു വണ്ടിയുടെ വിശേഷമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.